ഹലോ, അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ബീഫ് ചില്ലിയാണ്. ആദ്യം 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നീളത്തിലരിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ. സവോളയും ക്യാപ്സിക്കവും ഇഞ്ചി എല്ലാം നീളത്തിൽ തന്നെ അരിഞ്ഞ് മാറ്റി വെക്കണം. വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് അതും റെഡിയാക്കി വെക്കാം. നമുക്ക് സോസ് തയ്യാറാക്കാനാണെങ്കിൽ ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കുക. 1/4 കപ്പ് സോയാ സോസ്, ചില്ലി സോസ്, അതുപോലെ ടൊമാറ്റോ സോസ്, 1-2 ടേബിൾ സ്പൂൺ വിനീഗർ, ഇതെല്ലാം കൂടെ ചേർത്ത് അതും മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയായിട്ട് കുറച്ച് ബീഫ് വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു കട്ടിയുള്ള പാത്രം ചൂടായി വരുമ്പോൾ നമ്മളിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഇത് ചൈനീസ് ഡിഷുകൾക്കൊക്കെ നല്ലൊരു കളറും ചെറിയൊരു സ്വീറ്റ്നെസ്സും കൊടുക്കും കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇഞ്ചി, സവോള, ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കണം. അപ്പോഴും ഹൈ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം കേട്ടോ. ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. സോസ് ചേർക്കുന്നുണ്ട്, അതിൽ ഉപ്പ് ഓൾറെഡി ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് വേണം ഇടേണ്ടത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറിയും വൈറ്റ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അവസാനം നമുക്ക് സ്റ്റോക്കിൽ മിക്സ് ചെയ്ത കോൺഫ്ലോർ ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു സെമി ഗ്രേവിയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡ്രൈ അല്ലെങ്കിൽ കൂടുതൽ ഗ്രേവി ആയിട്ട് തയ്യാറാക്കട്ടോ. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.